ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. സോ ഇന്നത്തെ വീഡിയോയിൽ അൻ ഏഞ്ചൽ ഓൺ ഡിസ്ഗൈസിൻ്റെ വളരെ ഷോർട്ടായിട്ടുള്ളൊരു സമ്മറിയാണ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ലൈൻ, ആ സ്റ്റോറി എന്താണ് എന്നതിനെക്കുറിച്ച് മാത്രം ഒരു സിമ്പിളായിട്ടുള്ളൊരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് വീഡിയോയിലാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളുടെ സ്റ്റോറി തുടങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് കരുണയും മാനവികതയുമാണ്. ഓക്കെ, അത് കമ്പാഷനും ഹ്യൂമാനിറ്റിയുമാണ്. അനാഥരോടും ദുരിതം അനുഭവിക്കുന്നവരോടും സ്നേഹം കാണിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ കാണാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ അവഗണിക്കുന്നവരെ സഹായിക്കുന്നതാണ് യഥാർത്ഥ മാനവികത. ചെറിയ ഒരു ദയ പോലും ഒരാളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതം മാറ്റിമറിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചും ഒക്കെ നമുക്ക് ഈ ഒരു കഥയിൽ കാണാൻ പറ്റുന്നതാണ്. സോ ഇതിൽ പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങൾ മാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവളൊരു രോഗബാധിതയാണ്, അനാഥയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. പിന്നെ ജോ തോംസൺ ആണുള്ളത്. ജോ തോംസൺ ഭയങ്കര കരുണയുള്ള ഒരു ചക്ര നിർമ്മാതാവാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് മിസ്സിസ് തോംസൺ, അവരുടെ പേര് ജെയിൻ എന്നാണ്. ആദ്യം ഒരു കടുപ്പമുള്ള ഒരു ദേഷ്യക്കാരിയാണ്. പിന്നീട് അവളുടെ ഒരു ക്യാരക്ടറിൽ ഒരു ചേഞ്ച്, ഒരു സ്നേഹവും കരുണയും ഉള്ള ഒരാളായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ജോൺ ആണുള്ളത്. ജോൺ നമ്മളുടെ മാഗിയുടെ മൂത്ത സഹോദരനാണ്. പിന്നെ കേറ്റ് മാഗിയുടെ സഹോദരിയാണ്. ഫാമർ ജോൺസ് ഉണ്ട്. ഫാമർ ജോൺസ് ആണ് നമ്മളുടെ മാഗിയുടെ സഹോദരനെ, ജോണിനെ ഏറ്റെടുക്കുന്ന ഒരു കർഷകനാണ്. പിന്നെ മിസ്സിസ് എലിസ് ഉണ്ട്. മിസ്സിസ് എലിസ് കേറ്റിനെ, മാഗിയുടെ സഹോദരിനെ സ്വീകരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഓക്കെ, അപ്പോൾ ഒരു ലൈനിൽ ഞാനൊരു സമ്മറി പറയുകയാണെങ്കിൽ, എല്ലാവരും ഉപേക്ഷിച്ച രോഗിയായ മാഗിയെ ജോ തോംസൺ കരുണയോടെ സംരക്ഷിക്കുന്നു. ഓക്കെ, സംരക്ഷിക്കാൻ കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ അയാളുടെ ലൈഫിലും അവൾ വരുന്നതോടൊപ്പം തന്നെ അയാളുടെ ലൈഫിലും ഒരു പ്രകാശം വരുന്നു. അവളൊരു മാലാഖയെ പോലെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അതാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലെ ഏഞ്ചൽ എന്ന് പറയുന്നത് നമ്മളുടെ മാഗിയാണ്. ഓക്കെ, നമ്മളുടെ ജോ തോംസൻ്റെ ലൈഫിലേക്ക് വന്ന ഏഞ്ചലാണ് മാഗി. സോ നമുക്കിനി കഥയിലേക്ക് കടക്കാം. മദ്യപാനവും ദുഷ്പ്രവർത്തികളും കാരണം ഒരു ദരിദ്ര സ്ത്രീ മരിക്കുന്നു. അതായത് ആ ഒരു ദരിദ്ര സ്ത്രീ എന്ന് പറയുന്നത് നമ്മളുടെ മാഗിയുടെ അമ്മയാണ്. ഓക്കെ, അവരുടെ 3 മക്കളായ ജോണ്, കേറ്റ്, മാഗി എന്നിവർ അനാഥരാകുകയാണ്. അപ്പോൾ അമ്മ മരിച്ചതോടുകൂടി ഗ്രാമവാസികൾ കുട്ടികളെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട്. അപ്പം മൂത്ത മകനായിട്ടുള്ള ജോണിനെ കർഷകനായിട്ടുള്ള ഫാമർ ജോൺസൺ ഏറ്റെടുക്കുന്നുണ്ട്. കേറ്റിനെ മിസ്സിസ് എലിസ് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകുന്നുണ്ട്. എന്നാൽ കിടപ്പ് രോഗിയായ മാഗീനെ ആരും തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. മാഗി 2 വർഷം മുമ്പ് ജനലിൽ നിന്ന് വീണ് അവളുടെ നട്ടലിന് പരിക്കേറ്റതാണ്. അതുകൊണ്ടാണ് അവൾക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും കഴിയാത്തത്. ചിലർ അവളെ പാവപ്പെട്ടവരുടെ ആശ്രമത്തിലേക്ക്, അല്ലെ പുവർ ഹൗസിലേക്ക്, അല്ല ആ ഒരു പുവർ ഹൗസിലേക്ക് അയക്കണമെന്നാണ് ആൾക്കാർ നിർദ്ദേശിക്കുന്നത്. എന്നാൽ മാഗീനെ ഒറ്റയ്ക്ക് ആ കുടിലിൽ ഉപേക്ഷിക്കുമ്പോൾ ജോ തോംസൺ എന്ന ഒരു ചക്ര നിർമ്മാതാവ്, വീൽ റൈറ്റ്, അങ്ങോട്ട് വരികയും അവളുടെ അവസ്ഥ കാണുകയും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കുകയും ചെയ്യുന്നുണ്ട്. മാഗി കരഞ്ഞുകൊണ്ട് എന്നെ ഇവിടെ ആക്കരുത്, എന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഉപേക്ഷിക്കരുത് എന്ന് അദ്ദേഹത്തിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. സോ അവളുടെ അവസ്ഥ കണ്ട് ദയ തോന്നിയ ജോ തോംസൺ അവളെ തൻ്റെ കൈകളിലെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ജോണിൻ്റെ ഭാര്യ ജെയിൻ തോംസന് ആദ്യമേ അതിന് എതിർപ്പായിരുന്നു. പിന്നെ രോഗിയായിട്ടുള്ള കുട്ടിയെ എന്തിന് വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ ചോദിച്ച് അവൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മളുടെ ജോ തോംസൺ മാഗിയുടെ ആ ഒരു അവസ്ഥേനെ, ആ ദുഃഖകരമായിട്ടുള്ള അവസ്ഥേനെക്കുറിച്ചും അനാഥയായിട്ടുള്ള കുട്ടികളോട് കരുണ കാണിക്കുന്നതിനെക്കുറിച്ചുള്ള ആ ഒരു ബൈബിളിലെ വചനങ്ങളൊക്കെ പറയുന്നതോടൊപ്പം നമ്മളുടെ ജെയിൻ തോംസണിൻ്റെ മനസ്സിൽ ഒരു അലിവ്, കരുണ, സ്നേഹമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ ഒടുവിൽ അവളും നമ്മളുടെ ജെയിനും മാഗിയോട് സ്നേഹവും കരുണയൊക്കെ കാണിച്ചു തുടങ്ങുന്നു. മാഗിയുടെ ജീവിതത്തിലും ഒരു പുതിയ പ്രതീക്ഷയുടെ
തുടക്കമായിരുന്നു അത്. നമ്മളുടെ ജോ തോംസനും ജെയിൻ തോംസനും അവർക്ക് കുറേ വർഷമായിട്ട് കുട്ടികളൊന്നും ഇല്ലാതെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോ തോംസൻ്റെ വൈഫിന് കുറേ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇവള് വന്നതോടുകൂടി പയ്യെ പയ്യെ അതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കുകയാണ്. അപ്പം ഇവള് വരുന്നത് ഒരു നല്ല ലക്ഷണമായിട്ടാണ് നമ്മുടെ ജോ തോംസൺ കാണുന്നത്. അവളെ പൂർ ഹൗസിലേക്ക് വിടാനൊന്നും ഇവർ തയ്യാറാകുന്നില്ല. ഇവർക്ക് മക്കളില്ലാത്തതിനാൽ ഇവളെ തന്നെ ദത്തെടുക്കുന്ന എന്നൊരു രീതിയിൽ, അവളെ വളർത്താൻ എടുക്കുന്ന ഒരു രീതിയിലാണ് നമ്മളുടെ സ്റ്റോറി അവസാനിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവരുടെ ലൈഫിലേക്ക് വന്ന, അവരുടെ ഇരുണ്ട് മൂടിയ ജീവിതത്തിലേക്ക് വന്ന ഒരു പ്രകാശം കൊണ്ടുവന്നൊരു മാലാഖയായിട്ടാണ് നമ്മളുടെ മാഗീനെ കാണുന്നത്. സോ ഈ ഒരു സ്റ്റോറിയിലെ ഏഞ്ചൽ എന്ന് പറയുന്നത് നമ്മളുടെ മാഗിയാണ്. ഇത് വളരെ ക്വിക്കായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു സമ്മറിയാണ്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ